ഇന്ത്യൻ പാസഞ്ചർ വാഹന വിപണിയിലെ ഒരേയൊരു രാജാവാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മാരുതി സുസുക്കി. പോയ വർഷവും ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള വാഹന ബ്രാൻഡ് എന്ന പട്ടം നിലനിർത്തിയിരിക്കുകയാണ് ഈ മുൻനിര വാഹന നിർമ്മാതാക്കൾ. 2023 പുതിയതായി നിരത്തിലിറങ്ങിയ മികച്ച 10 കാറുകളിൽ 7 മാരുതി സുസുക്കിയുടെ മോഡലുകളാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ 2 മോഡലുകളും ഹ്യുണ്ടായുടെ 1 മോഡലും ആദ്യ 10-ൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റ് കമ്പനികളൊന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യക്കാർ ഏറ്റവും അധികം വാങ്ങിയ കാർ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. 2022-ൽ 1.76 ലക്ഷം കാറുകളാണ് വിറ്റതെങ്കിൽ 2023-ൽ 15% വളർച്ചയോടെ 2.03 ലക്ഷം കാറുകളാണ് വിറ്റത്. 2.01 ലക്ഷം ഉപയോക്താക്കളെ സ്വന്തമാക്കി മാരുതി വാഗണാറാണ് 2ാം സ്ഥാനം നേടിയിരിക്കുന്നത്. എന്നാൽ 2022-ൽ 2.17 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. ഇതോടെ വാഗണാറിന്റെ വിൽപ്പന കഴിഞ്ഞ വർഷം 7% താഴുകയാണ് ചെയ്തത്. 1.93 ലക്ഷം യൂണിറ്റുമായി ബലേനോ, 1.70 ലക്ഷം യൂണിറ്റുമായി വിറ്റാര ബ്രസ എന്നിവയാണ് യഥാക്രമം 3ഉം 4ഉം സ്ഥാനങ്ങളിലുള്ളത്. വിറ്റാര ബ്രസ കഴിഞ്ഞ വർഷം 31% വിൽപ്പന വളർച്ച നേടി. ടാറ്റ മോട്ടോഴ്സിന്റെ നെക്സോൺ ആണ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2023-ൽ 1.70 ലക്ഷം ഉപയോക്താക്കളെയാണ് നെക്സോൺ സ്വന്തമാക്കിയത്. 1.57 ലക്ഷം യൂണിറ്റുകളുമായി മാരുതിയുടെ ഡിസയർ, 1.57 ലക്ഷം യൂണിറ്റുകളുമായി ഹ്യുണ്ടായുടെ ക്രെറ്റ, 1.50 ലക്ഷം യൂണിറ്റുകളുമായി ടാറ്റ പഞ്ച് എന്നിവയാണ് യഥാക്രമം 6 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഹ്യുണ്ടായ് ക്രെറ്റയ്ക്ക് 12%, ടാറ്റ പഞ്ചിന് 16% വിൽപ്പന നേട്ടം കുറിക്കാനായി. 1.36 ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ച് മാരുതി സുസുക്കി ഈക്കോയാണ് 9ാം സ്ഥാനത്തുള്ളത്. എർട്ടിഗയുടെ വിൽപ്പന 3% കുറഞ്ഞ് 1.29 ലക്ഷമായെങ്കിലും 10ാം സ്ഥാനം ലഭിച്ചു. ലിസ്റ്റിലെ ആദ്യ 20 എടുത്താൽ 2023-ൽ ഏറ്റവും ഉയർന്ന വളർച്ച നേടിയത് മാരുതി ഗ്രാൻഡ് വിറ്റാരയാണ്. 2022-ലെ 23,425-ൽ നിന്നാണ് കഴിഞ്ഞ വർഷം ഗ്രാൻഡ് വിറ്റാരയുടെ വിൽപ്പന 1.13 ലക്ഷത്തിലെത്തിയത്. 2023-ൽ ഇന്ത്യയിൽ ആകെ വിറ്റഴിഞ്ഞ കാറുകളുടെ എണ്ണം 40 ലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 2022-ലെ മൊത്തം വിൽപ്പന 37.9 ലക്ഷമായിരുന്നുവെങ്കിൽ 2023-ൽ ഇത് 41 ലക്ഷത്തിലെത്തിയെന്നാണ് വിപണിയുടെ കണക്ക്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.